കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഹജ്ജിന് പോകാനായിട്ട് എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഒത്തുവരികയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയാറായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് എതിരെയായിട്ട് ഭാര്യ IPC 498A അതുപോലെ തന്നെ IPC 406 പ്രകാരമുള്ള ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അതൊരു പെൻഡിങ് കേസായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കുമോ? മൂന്നാമതായിട്ട്, ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് പോകുവാനായിട്ടുള്ള, അതായത് വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ എല്ലാ ചോദ്യങ്ങൾക്കും കൂടിയിട്ട് കോടതി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IPC 498A അല്ലെങ്കിൽ BNS 8586 അല്ലെങ്കിൽ IPC 406 പ്രകാരമുള്ള ഒരു പെൻഡിങ് കേസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പെൻഡിങ് ക്രിമിനൽ കേസ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുവാനും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഇദ്ദേഹത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് ശേഷം കിട്ടുന്ന പാസ്പോർട്ട് പുതുക്കിയതിന് ശേഷം ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് ഹജ്ജ് കർമ്മങ്ങൾക്ക് പോകുവാനും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി നോക്കുക, ഈ സിറ്റുവേഷനുള്ള ആരെങ്കിലും കൊണ്ട് ഹജ്ജിന് പോകണം എന്നുണ്ടെങ്കിൽ ഏത് കോടതിയിലാണോ, ഏത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണോ നിങ്ങളുടെ കേസ് ഉള്ളത്, ആ കോടതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, ഞാനിങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സങ്ങളും ഇല്ല. ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങളെ മറികടക്കുവാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു കേസുമുണ്ട്. ആ കേസ് പ്രകാരം നിങ്ങളുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുവാനായിട്ട് പാസ്പോർട്ട് അതോറിറ്റിക്ക് അല്ലാതെ ആർക്കും അധികാരമില്ല, ഈവൻ പോലീസിന് പോലും അധികാരമില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ സിറ്റുവേഷനുള്ള ആർക്കെങ്കിലും ഈ ഒരു കാര്യങ്ങൾ പ്രശ്നത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോടതി വിധികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്നായി ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൊണ്ട് മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.